യൂണിവേഴ്സിറ്റി ചാൻസലർ പദവി മുഖ്യമന്ത്രിക്ക് കൈമാറാനാകില്ലെന്ന് രാഷ്ട്രപതി. യൂണിവേഴ്സിറ്റി ചാൻസലറുടെ ചുമതല മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള ബംഗാൾ സർക്കാരിന്റെ ബില്ലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു തള്ളിയത്. 2024 ഏപ്രിൽ 20 ബിൽ രാഷ്ട്രപതിക്ക് മുന്നിൽ എത്തിയിരുന്നു. നിലവിൽ അതായത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരാണ് സർവകലാശാലകളുടെ ചാൻസലർ പദവി. വിവരങ്ങൾ എസ് ശ്രീകാന്താണ് നൽകുന്നത്. ശ്രീകാന്ത്, ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ളൊരു നീക്കം രാഷ്ട്രപതി ഭവന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണല്ലോ. മറ്റു വിശദാംശങ്ങൾ പറയൂ. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ കൂടി കേൾക്കുന്നതിന് വേണ്ടിയാണ് ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാർ തന്നെയാണ് ചാൻസലർ പദവി വഹിക്കേണ്ടത്, ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തുന്നു ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു. അതായത് പശ്ചിമ ബംഗാളിൽ കേരളത്തിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ യൂണിവേഴ്സിറ്റി അപ്പോയിന്റ്മെന്റ്, വൈസ് ചാൻസലർ അപ്പോയിന്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ നടന്നിരുന്നു. ആ ഘട്ടത്തിൽ അതായത് അലിയ യൂണിവേഴ്സിറ്റിയിൽ അവിടെ വൈസ് ചാൻസലറെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നം പരിഹരിക്കാനും അത് തങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവരാനും വേണ്ടി സർക്കാർ ഒരു ബില്ല് പാസ്സാക്കുന്നു. അതായത് ചാൻസലർ പദവിയിലേക്ക് വരേണ്ടയാൾ, ചാൻസലർ പദവിയിൽ ഇരിക്കേണ്ടയാൾ അത് മുഖ്യമന്ത്രിയാണ്, ഗവർണർ അല്ല എന്നൊരു ബില്ല് പാസ്സാക്കുന്നു. അത് പിന്നീട് ഗവർണർ CV ആനന്ദബോസിന് അയച്ചു കൊടുക്കുന്നു. CV ആനന്ദബോസ് ആ ബില്ല് ഏപ്രിൽ 20, 2024 രാഷ്ട്രപതിയുടെ കൺസെന്റിനായി അയക്കുന്നു. അതിന്മേൽ വിശദമായ പരിശോധന നടത്തി ആ ബില്ല് തള്ളുകയാണ് ഇപ്പോൾ രാഷ്ട്രപതി ചെയ്തിരിക്കുന്നത്. രാഷ്ട്രപതി ഈ ബില്ല് തള്ളിയതോടെ ഗവർണർമാർ തന്നെയായിരിക്കും ഇനി തുടർന്നങ്ങോട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും, ഇത് ഒരു സംസ്ഥാനത്തെ കാര്യമാണെങ്കിലും രാഷ്ട്രപതി ഇത്തരത്തിലൊരു നിലപാടെടുത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് സമാനമായ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും ഇത് തന്നെയായിരിക്കും നിലപാട് എന്ന് വ്യക്തമാവുകയാണ്. ചാൻസലർ പദവിയിൽ മുഖ്യമന്ത്രിയല്ല, ഗവർണർ തന്നെയാണ്. രാഷ്ട്രപതി അത് അടിവരയിട്ട് വ്യക്തമാക്കുന്നു. യെസ്, വളരെ സുപ്രധാനമായൊരു നീക്കം ഇപ്പോൾ രാഷ്ട്രപതി ഭവന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. സർവകലാശാലകളുടെ ചാൻസലർമാരെ തീരുമാനിക്കേണ്ടത് അത് ഗവർണർ തന്നെയാണ്. അത് മുഖ്യമന്ത്രിക്കോ സംസ്ഥാന സർക്കാരിനോ അതിൽ തീരുമാനമെടുക്കാൻ കഴിയും എന്ന നിലയിൽ ബംഗാൾ സർക്കാർ അടുത്ത കാലത്ത് കൊണ്ടുവന്ന ബില്ലാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ തടഞ്ഞിരിക്കുന്നത്. എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത്.